ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഏജിങ്, വാർദ്ധക്യം എങ്ങനെ തടയാമെന്നുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ രാമചന്ദ്രൻ. പ്രായമേറി വരുന്നതോടൊപ്പം ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നത്. പ്രിമച്വർ ഏജിങ്, അകാല വാർദ്ധക്യം, എല്ലാവരും പേടിക്കുന്ന ഒന്നാണ് അകാല വാർദ്ധക്യം എന്നുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സമയം തെറ്റിയുള്ള ഉറക്കം, പിന്നെ ഉറക്കം നഷ്ടപ്പെടുക, ഒരുപാട് സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ മുഖം തന്നെ കണ്ടാലറിയാം ഒരു ഓജസ്സിൻ്റെ കുറവ് അവരിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിലൊക്കെ പ്രായമൊന്നും അധികമായിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് പെട്ടെന്ന് ഒരു ഏജിങ് സംഭവിക്കുന്നുണ്ട്. പോഷകാഹാരക്കുറവ് മൂലവും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എക്സസൈസ് ഇല്ലായ്മ, അതായത് തീരെ ഒരു ശരീരം അനങ്ങാതെ ഇരിക്കുക, അങ്ങനെ നിമിത്തവും ഇങ്ങനെ ശരീരത്തിൽ ഇതുപോലെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ അകാല വാർദ്ധക്യം സംഭവിക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ശരീരത്തിൽ ചുളിവുകൾ വരിക, നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് വരകൾ വീഴുക, നമ്മുടെ ഓജസ്സിനൊരു ക്ഷയം വരിക, ഒന്നും ചെയ്യാനായിട്ട് ഒരു ഉത്സാഹമില്ലായ്ക, മുടിയിൽ നര വരിക, ശരീരശക്തി കുറയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോക്കാം. വെള്ളം ധാരാളം കുടിക്കുക, ശരിയായിട്ട് ഉറങ്ങുക, മാനസിക സമ്മർദ്ദമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക, മെഡിറ്റേഷൻ, യോഗ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുക, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മാനസികമായിട്ട് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മരുന്നുകളിനേക്കാട്ടും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ ഒരു സംസാരം. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഇരുന്ന് സംസാരിക്കുക, പിന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക. ആന്തരികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി വെള്ളം കുടിക്കുക, നെയ്യ് സേവിക്കുക, അശ്വഗന്ധ നല്ലതാണ്. അശ്വഗന്ധ ശരീരത്തിനൊരു ബലം തരുന്ന ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. ശതാവരി കിഴങ്ങ് പാൽ കഷായമായിട്ടൊക്കെ നമുക്ക് സേവിക്കാം ഉള്ളിലേക്ക്. പിന്നെ ഞവര അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഇതൊക്കെ സേവിക്കുന്നത് നല്ലതാണ്. കൂടാതെ നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടി, ദിവസവും എണ്ണ തേച്ച് കുളിക്കുക. പ്രായമായവരിലേക്കൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പറയും. അപ്പോൾ ഈ സ്കിന്നൊക്കെ നിവർന്ന നല്ല ഒരു പുതുപുത്തൻ നല്ല ശോഭയായിരിക്കും ഈ സ്കിന്ന് കാണാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ തന്നെ കുങ്കുമാതി തൈലം ഉപയോഗിക്കുക. കുങ്കുമാതി തൈലം നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു നല്ല ഒരു അത്ഭുത ഔഷധമാണ്. പിന്നെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നസ്യം ചെയ്യാം. ഈ നസ്യമൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിമിത്തം മാത്രമേ ഇത് ചെയ്യാൻ പാടുകയുള്ളൂ. നസ്യം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി മുഖത്ത് നല്ലൊരു ശോഭ കൊണ്ടുവരുന്നതാണ്. എണ്ണ കൊണ്ടുള്ള ഫേസ് മസാജുകൾ സ്ഥിരമായിട്ട് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. വാർദ്ധക്യം സ്വാഭാവികമാണെങ്കിൽ കൂടി അകാല വാർദ്ധക്യം നമുക്ക് തടയാനായിട്ട് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും.